സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്തടാ മാർത്തി? ആ എഴുന്നേറ്റോ? ചക്കരേ, ഭയങ്കര വാശി. എന്തിനാടാ കുട്ടി ഇത്ര വാശി? ഓ, അതേ, നമുക്കിനി കുറച്ചേരം പുറത്തിരിക്കാം. വാ, പതുക്കെ ഞാൻ പിടിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടാ? കൊറേ നേരം ഇരുന്നാ കാലിന് വേദനയുണ്ട്. ഇവിടെ ഇരിക്കെ. അങ്ങനെ കൈ അങ്ങോട്ട് വെച്ചേ. ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ആ, ഹലോ സേതു, പറയടാ മോനെ. അത് ജെയ്സൺ അറിയാലോ, അവൻ കമ്പനിയിൽ കാണും. അവനോട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ആ ശരി ശരി. ഓക്കെ. ഹലോ ജയ്സ. ആ വക്കീലെ പറയ്. എന്തൊക്കെ വിശേഷം? കുറെ നാളായാലും കണ്ടിട്ട്. നല്ല വിശേഷം, സുഖമായിട്ട് പോണു. ഓരോരോ തിരക്കാന്നേ. മാർട്ടിൻ കമ്പനിൽ തീരെ വരാറില്ല. പിന്നെ എലിസബത്തിന്റെ കാര്യം അറിയാലോ. ആ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണ്? സുധിക്ക് പരോളായിട്ടുണ്ട് കേട്ടാ. ഈ കാര്യം മാർട്ടിനെ അറിയിച്ചോ? ഇല്ല, അറിയിച്ചിട്ടില്ല. എന്നാ ഇപ്പൊ പറയണ്ട. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഓക്കെ.
സന്തോഷായില്ലേ? ഇപ്പൊ സന്തോഷായില്ലേ? ആ, ഇവിടെ ഇരിക്കും. എന്തായി പോയിട്ട്? എന്തായി പറ. നീ ഒരു ചേട്ടനാവാൻ പോവാ. ആ നിന്റെ കുഞ്ഞിളം കുരുന്നു ചുണ്ടത്തൊരും നൽകാൻ ആർദ്രമാം മനം ചുരത്തും അമ്മിഞ്ഞ പാലുണക്കാൻ കാലങ്ങളേറെയായി കാത്തിരുന്നീയമ്മ കൺമണി നിൻ ചിരിക്കാൻ എന്നുള്ളിൽ തുള്ളി തുളിക്കുന്ന ജീവൻ കണ്ണീരും കാണിക്കയാ ഉള്ളിനുള്ളിൽ കണ്ടു നിന്നെ കന്നിപ്പൂവേ പുണ്യമേ ആരിരാരം പാടിയെന്നും ചാഞ്ഞുറങ്ങ ഓമനേ ഉള്ളിനുള്ളിൽ കണ്ടു നിന്നെ കന്നിപ്പൂവേ പുണ്യമേ. എന്താ മാഷേ, 2 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നല്ലോ. അറിഞ്ഞില്ലേ വിശേഷം? ഒരു വിശേഷത്തിന്റെ വിശേഷം അറിഞ്ഞു. അച്ഛനറിയോ, അമ്മയുടെ സന്തോഷം കണ്ടപ്പോ അറിയാതെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. കുറെ നാളത്തെ കാത്തിരിപ്പല്ലേ. അപ്പൊ ശരി, നാളെ കാണാം. ഇന്ന് നൈറ്റോടെ നിക്കണം. അപ്പൊ വൈകിട്ടത്തെ പാർട്ടിക്ക് വരില്ലേ? എനിക്കുള്ളത് നാളെ തന്നാ മതി. അപ്പൊ ശരി. വക്കീൽ സാറിന്റെ കക്ഷിയാണ്. ആ കേക്ക് റെഡി, കേക്ക് റെഡി. പരിപാടി ഗംഭീരമാണല്ലോ. അതവിടെ ഇരിക്കണ്ടേ, ഞാൻ എടുത്തരാട്ടോ. അപ്പോൾ ദീർഘനാളത്തെ ചികിത്സയുടെ ഫലമായി അളിയനും പെങ്ങൾക്കും ഒരു കുഞ്ഞിക്കാല് കാണുന്നുള്ള സന്തോഷം വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സുദിനം നമുക്കൊന്നിച്ച് മധുരം പങ്കിട്ട് ആഘോഷിക്കാം. വക്കീലേ, ആ ജയ്സ പറയും. സുധിയെ ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പോവാ. വക്കീലിനറിയാലോ, കുഞ്ഞുമോൻ ജനിച്ചന്ന് മുതൽ അവളാകെ തളർന്നതാ. ഇപ്പൊ ഒന്ന് ഭേദമായി വരുന്നുള്ളൂ. ഇനി ഇവനെ കണ്ടിട്ട് മറ്റെന്തെങ്കിലും സംഭവിച്ചാലോ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യും. പക്ഷെ സേഫായിരിക്കണം, അവൻ നമ്മുടെ പയ്യനല്ലേ. ടെൻഷൻ വേണ്ട. ശരി ശരി. സുധി കേരള. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. സുധി, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ ജോയിന്റ്, അധികം പുറത്തേക്ക് ഇറങ്ങണ്ട. ഏത് നേരത്താണാവോ കർത്താവേ രാജംബാബുവിനെ പാർട്ടിക്ക് വിളിക്കാൻ തോന്നിയത്? കഴിക്കട്ടാ. ആ ഭക്ഷണമൊക്കെ റെഡിയാണ്. എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി. മാർട്ടിൻ്റെ കസിൻ അല്ലേ? ഏയ്, ഞാൻ ആൽവേക്കത്തോളാം. പേര്? എൻ്റെ പേര് ശിവദാസൻ. ഞാൻ രാജംബാബു, പെരുമാറ് താമസം. ഓ, പയ്യനതാ മാർട്ടിൻ്റെ മൂത്തവനാണോ?
നിങ്ങൾ പുതിയ ആളാണല്ലേ? എന്താ കച്ചവടം? ഞാൻ ഫോർട്ട് കൊച്ചിയിലാ, സ്പൈസസിന്റെ ഏർപ്പാടാ. ആ. അല്ല, എന്താ അങ്ങനെ ചോദിക്കാൻ? ഏയ് അല്ല, സുധീനെ അറിയാത്തവരായിട്ട് ഇവിടെ ആരുമില്ല. അവനിവിടെ ചെറുപ്പത്തിലേ വന്നതാ. പിന്നെ അവൻ്റെ അമ്മ മരിച്ചതോടുകൂടി ഇതായി അവൻ്റെ വീട്. മാർട്ടിൻ സാറും എലിസബത്ത് അമ്മയും. എന്താ നമ്മുടെ SI സാറ് വരാത്തെ? വിളിച്ചിരുന്നു. ഏതോ ഒരു വയ്യാവേലി വന്ന് പെട്ടുണ്ട്. തന്ന പറഞ്ഞിട്ടുണ്ട്. വയ്യാവേലി അയാളുടെ ഒരു സ്ഥിരം ഏർപ്പാടാണല്ലോ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഉണ്ടാവാൻ പോണ കുട്ടിയില്ലേ, അത് മാർട്ടിനാവാൻ വഴിയില്ല. സുധിയുടെ അറിയും. തോന്നിയാസം പറയുന്ന കുറേ കാലം കാത്തിരുന്നത് ഇങ്ങനൊരു സന്തോഷം വന്നപ്പോൾ അതെങ്ങനെ അഫ്സലേ, അളിയനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ധൈര്യമായിട്ടിരിക്കും. ഞാനല്ലേ കൂടെ. ആ പയ്യനെ ഏൽക്കാൻ നോക്കാം. ബാക്കിയല്ലേ അവനോട് ഏൽക്കാൻ പറയും. അവൻ സമ്മതിക്കും. ആ, ഞാൻ പറഞ്ഞോളാം. ടെൻഷൻ അടിക്കില്ല. ഞാനുണ്ടെന്ന് പറയും. സംസാരിക്കട്ടെ. ഓക്കെ. സുധി, ആ മരിച്ചെടുക്കുന്നത് കൊച്ചിയിൽ നല്ല പിടിപാടുള്ള ആളാ. മാർട്ടിന് പറ്റിയൊരു കയ്യബദ്ധം അത് നിനക്ക് തിരുത്താനാവണം. ഈ സമയത്ത് അവനെ ജയിലിലേക്ക് അയക്കണോ? വേണ്ട സാറ് പോണ്ട, ഞാനേറ്റോളാം. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഞാനേറ്റോളാം അത്. ചിരിവിതറിയ പാൽനിലാവിൻ അലഞ്ഞുറികളിൽ ആരോരാളൻ മനമെഴുതിയ രൂപമായി ദൂരെയേതോ ഇരുളറയിലെ മൗനമേ നിൻ മിഴി നനയവേ ആദ്യമായി മനമിടറിയതെന്തിനാ